നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ 60 വർഷമായി തുടർന്നിരുന്ന റെസിഡൻസി നിയമത്തിൽ സമഗ്രമായ മാറ്റം വരുത്തി അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് പുതിയ നിയമത്തിന് അംഗീകാരം നൽകിയത് ഈ അടുത്തിടെയാണ്. പുതിയ താമസ നിയമപ്രകാരം നിലവിലെ വിസ ഫീസുകളിൽ വർധനവ് വരുത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം താമസകാര്യ വിഭാഗം അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അലി അൽ അദ്വാനി വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോഴത്തെ റെസിഡൻസി ലംഘനത്തിലുള്ള പിഴകൾ കുവൈറ്റ് പുതുക്കിയിരിക്കുകയാണ്. വിസ നിയമലംഘനങ്ങൾക്കുള്ള പുതുക്കിയ പിഴ ഘടനപ്രകാരം റെസിഡൻസി ഉടമകൾക്ക് പരമാവധി 1200 ദിനാറും സന്ദർശകർക്ക് 2000 ദിനാറുമാണ് പിഴ. റെസിഡൻസി നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും നിയമലംഘനങ്ങൾ ആവർത്തിക്കപ്പെടാതെ ഇരിക്കാനുമാണ് പുതുക്കിയ പിഴ നിരക്ക് കൊണ്ടുവന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. പുതിയ നിയമപ്രകാരം കൊണ്ടുവന്നിട്ടുള്ള പിഴ നിരക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ വിസിറ്റ് വിസയിൽ എത്തിയവർ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് അധികമായി തങ്ങുന്ന ഓരോ ദിവസത്തിനും 10 ദിനാർ വീതം പിഴ അടയ്ക്കണം. താമസ നിയമ ലംഘനങ്ങൾക്ക് പുതിയ പിഴ ചുമത്താൻ കുവൈറ്റിലെ ആഭ്യന്തര മന്ത്രാലയം തീരുമാനം കൈക്കൊണ്ടതോടെയാണിത്. ജനുവരി 5 മുതൽ പുതുക്കിയ പിഴ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. തൊഴിൽ വിസ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട പിഴയും ആദ്യ മാസത്തേക്ക് 2 ദിനാറും തുടർന്നുള്ള മാസങ്ങളിൽ 4 ദിനാറുമാക്കി പുതുക്കിയിട്ടുണ്ട്. പരമാവധി പിഴ 1200 ദിനാർ ആയിരിക്കും. ആർട്ടിക്കിൾ 17, 18, 20 റെസിഡൻസി റദ്ദാക്കലുകൾ വൈകുന്ന കേസുകളിൽ ആദ്യ മാസത്തേക്ക് പ്രതിദിനം 2 ദിനാറാണ് പുതുക്കിയ പിഴ. അതിനുശേഷം പ്രതിദിനം 4 ദിനാറായി ഉയരും. പരമാവധി പിഴ 1200 ദിനാറായി നിജപ്പെടുത്തിയിട്ടുണ്ട്. താൽക്കാലിക താമസ കാലാവധി കഴിഞ്ഞ പ്രവാസികൾക്കും അല്ലെങ്കിൽ താമസ കാലാവധി അവസാനിച്ച ശേഷം വിസ പുതുക്കാനോ രാജ്യം വിടാനോ വിസമ്മതിച്ചവർക്കും പുതിയ പിഴകൾ ബാധകമാണ്. ഇതുകൂടാതെ നവജാത ശിശുക്കളെ രജിസ്റ്റർ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നവർക്കുള്ള പിഴ ആദ്യ മാസത്തേക്ക് 2 ദിനാറും തുടർന്നുള്ള മാസങ്ങളിൽ 4 ദിനാറുമാക്കി പുതുക്കി. ജനിച്ച് 4 മാസത്തെ ഗ്രേസ് പീരീഡിന് ശേഷമാണ് പിഴ ആരംഭിക്കുക. ഇതിലെ പരമാവധി പിഴ 2000 ദിനാറായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടുജോലിക്കാരുടെ നിയമലംഘനങ്ങളുടെ കാര്യത്തിൽ താൽക്കാലിക റെസിഡൻസി കാലാവധി കഴിഞ്ഞു, രാജ്യത്ത് നിന്ന് പുറത്തു കടക്കുന്നതിനുള്ള നോട്ടീസിലെ കാലാവധി കഴിഞ്ഞു, രാജ്യത്ത് തുടർന്നാൽ പ്രതിദിനം 2 ദിനാറാണ് പിഴ. പരമാവധി പിഴ 600 ദിനാറുമാണ്. അതേസമയം പുതിയ നിയമ ഭേദഗതി പ്രകാരം പ്രവാസികളുടെ വിസ ഫീസ് തൊഴിലാളിയുടെ ശമ്പളത്തിനും ജോലിക്കും ആനുപാതികമാക്കി മാറ്റാനാണ് ഭരണകൂടം ആലോചിക്കുന്നത്. പുതിയ താമസ നിയമപ്രകാരം നിലവിലെ വിസ ഫീസുകളിൽ വർധനവ് വരുത്തും. ഫീസ് വർധനവ് നിശ്ചയിക്കാൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. പുതിയ നിയമത്തിലെ ആർട്ടിക്കിൾ 17 പ്രകാരമാണ് ഈ തീരുമാനം. പുതിയ നിയമപ്രകാരം റെസിഡൻസി വിസ, വിസ പുതുക്കൽ, എൻട്രി വിസ എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ ഫീസുകളും പുനഃപരിശോധിക്കും. പ്രഥമ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൌദ് അൽ സബാഹിന്റെ നിർദ്ദേശപ്രകാരമാണ് വിസ ഫീസുകളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുന്നത്. ജോലിക്കും ശമ്പളത്തിനും അനുസൃതമായ വിസ ഫീസ് സമ്പ്രദായം നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാൻ വിദഗ്ധ കമ്മിറ്റിക്കാണ് ചുമതല.